ശ്രീ സക്കരെ ജോർജ്, ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് സംവിധാനം നൽകുന്നുണ്ട് സർക്കാർ. പക്ഷെ അതൊക്കെ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്കില്ല. പക്ഷേ അധ്യാപകർക്ക് ഏറിയും കുറഞ്ഞും അത് സാധ്യമാണ്. ഇക്കാലത്ത് അത്രമേൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിൽ ഉള്ളോ എന്നറിയില്ല. അതിപ്പോൾ ഇക്കാലത്ത് എന്ന് പറയുന്നത് പോലും ശരിയാണോ എന്നും അറിയില്ല. പണ്ട് കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും കുട്ടികളെ ഓരോരുത്തരെയും കൃത്യമായി കേന്ദ്രീകരിച്ച് അവരുടെ മാനസിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിരീക്ഷിച്ചൊക്കെ മുന്നോട്ട് പോകാൻ പര്യാപ്തമായ തോതിൽ അധ്യാപകരുണ്ടോ? അത്രമേൽ പര്യാപ്തരായ, അത്രമേൽ സമർപ്പണ ബോധമുള്ള അധ്യാപകരുണ്ടോ എന്നതൊക്കെ ചോദ്യങ്ങളാണ്. ഈ കുട്ടി ഗർഭിണിയായി 9 മാസവും പ്രസവം പോലും പുറത്തറിയാതിരുന്ന സ്ഥിതിക്ക് 9 മാസവും സമൂഹം വേണമെന്ന് നിഷ്കർഷിച്ച പലതരത്തിലുള്ള പരിചരണങ്ങളുണ്ടല്ലോ, സ്കാനിങ്, വൈദ്യസഹായം, ഇങ്ങനെ ഒന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഒരു സമൂഹം എന്ന നിലയിൽ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ്. ഇപ്പോൾ ഗർഭിണികളെ നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ പരിചരണം ആവശ്യമുള്ള ആളുകളുടെ ഗണത്തിലാണ് പെടുന്നത്. അതവർ കല്യാണം കഴിച്ചവരാണോ, കല്യാണം കഴിക്കാത്തവരാണോ, അവരുടെ സാമൂഹ്യ അന്തരീക്ഷം എന്താണ്, അവരുടെ ഒരു സാൻമാർഗിക സാഹചര്യം എന്താണ്, ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയേയില്ല. ഗർഭിണിയാണ്, മറ്റൊരു ജീവനെ പേറുന്ന ഒരാളാണ്, അവർക്ക് സമൂഹം നൽകേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ ആരോടാണ് പറയുക? ആരാണ് ഇതൊക്കെ ഉറപ്പുവരുത്തുക? ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ കൺസെൻഷ്വൽ സെക്സ് ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റേപ്പ് ഒരു വശത്ത് ലീഗലായിട്ട് നിൽക്കുന്നു. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ടൈം ഡിലേ വന്നു കഴിയുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. കാര്യം വിജയൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, 7 months ഡിലേ ഈസ് ഫെയ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിലേ വരുമ്പോഴേ നമുക്ക് സെക്ഷൽ വയലൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷണ സമയത്ത് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ പോലീസ് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ പോലീസിനോടൊപ്പം നിന്ന് ഫോറൻസിക് എക്സ്പെർട്ടും പിന്നെ ശിവണ്ണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ പിന്നെ ലേഡി മജിസ്ട്രേറ്റും അതുപോലെ തന്നെ ലേഡി ഡോക്ടറും വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിൻസിയർ എഫേർട്ട് ഇതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ ഏതാണ് റേപ്പ്, ഏതാണ് കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് ഡിലേയുടെ വന്നു കഴിയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സാമൂഹ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ കുട്ടികളൊക്കെ അവരുടെ ശരീരം വേറൊരാൾക്ക് കീഴ്പ്പെടുത്താൻ കൊടുക്കാതെ അവരുടെ വ്യക്തിത്വം, ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ട ഒരു ഡിഗ്നിഫൈഡ് ലൈഫിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. സ്കൂൾ കോളേജുകളിലൊക്കെ ചെയ്യുന്നത് കൗൺസിലിംഗ് ഓഫ് കോഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ അത് കൂടുതൽ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അന്നേരം ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ ലൈഫിലോട്ട് ഈ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിനുള്ള പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഇന്ന് സമൂഹത്തിന് വളരെയധികം ആവശ്യമാണ്. മൂല്യം വേണം. നമ്മുടെ സമൂഹത്തിൽ വളരെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡിനെക്കാട്ടും വലിയ വാല്യൂ സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും വലിയ ഇറോഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് വാല്യൂ ഇറോഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കത്തക്കവണ്ണം വേണ്ടുന്ന രീതിയിലൊരു സ്ട്രക്ചറിങ് നമുക്ക് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ചർച്ചകൾക്കപ്പുറത്തായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാമൂഹ്യമായി മനുഷ്യ സ്നേഹമുള്ള ആന്ത്രോപോളജിസ്റ്റുകളുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരണം. അവർ വന്നിട്ട് ചെയ്യണം. കാര്യം എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേരെ എക്സാമിനേഷന് സക്സസ്ഫുൾ ആക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പക്ഷേ ബ്രില്യൻ്റ് ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കശ്മലിൻ്റെ മുമ്പിൽ ചെന്നാൽ അവൻ തീർച്ചയായിട്ടും അവരെ ഇരയാക്കും. ഇപ്പോൾ ഈ കേസിൽ തന്നെ പറയുന്നുണ്ട് റേപ്പിന് ചിലപ്പം പ്രോമിസ് കൊടുത്ത് സ്നേഹത്തിലൊക്കെ ആയിട്ടായിരിക്കും റേപ്പ് ചെയ്തത്. അപ്പം ചിലപ്പോൾ ആ സ്ത്രീക്ക് ആ സമയത്ത് റെസിസ്റ്റ് ചെയ്യാനും പറ്റാതിരുന്ന് കാണും. അപ്പോൾ ഇതൊരു വല്ലാത്ത ടച്ച് ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂവിനെ സമൂഹം ഒന്നാകെ കാണണം. അല്ലാതെ ആ പർട്ടിക്കുലർ ഫാമിലിയോ ആ ഇൻഡിവിജ്വലിൻ്റെ രീതിയിലോ അത് പോകാൻ പാടില്ല. പിന്നുണ്ടാകുന്നത് സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഈ സ്റ്റിഗ്മയാണ് ഇങ്ങനെ ചാക്കിനകത്തും അല്ലെങ്കിൽ ഈ ഇതുപോലെ എന്താണ് പറയുന്നത് ചെറിയ പാക്കിംഗ് കേസിനകത്തൊക്കെ എടുത്ത് കളയുന്നത്. പണ്ടൊക്കെ എറണാകുളത്ത്
ഞാൻ അവിടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ പരാതി പറയുന്നത് നമ്മൾ ചെറിയ കനാലിനകത്തോട്ടൊക്കെ വലിയ ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റ് എടുത്ത് എറിയുന്നതാണ് പറയുന്നത്. ഇപ്പം വേസ്റ്റിന് പകരം കുഞ്ഞുങ്ങളെയാണ് എറിയുന്നത്. കുറച്ച് കഴിയുമ്പോൾ പ്രായമായ ഏജ്ഡ് പേരൻസ് ഉണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺസ് അവരെയും തല്ലിയെടുത്ത് ദൂരോട്ടെടുത്ത് കളയും. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ അടിയുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് ഭർത്താവിനെ തള്ളി താഴെ ഭാര്യ ഇടുക, ഭാര്യയെ തള്ളി ഇങ്ങനെ ഇടുക. ഇത് എങ്ങോട്ടാണ് പോക്കെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ഇലക്ഷന് ക്യൂ നിൽക്കുക, വോട്ട് ചെയ്യുക, ആരെങ്കിലും അധികാരത്തിലിടുക. അവരധികാരത്തിലിരുന്നുകൊണ്ട് നമ്മുടെ മൊത്തം അധ്വാന ഭാരം കൊണ്ട് അവർ സുഖിച്ച് ജീവിച്ചു പോകുന്നു. അവർക്കാർക്കും ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ല, അവർക്കാർക്കും താല്പര്യമില്ല. ഞാൻ കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റിൽ അസിസ്റ്റന്റ് കമ്മീഷണറായപ്പോൾ 2006 ഞങ്ങളൊരു 5 തുടങ്ങിയത്, 6 ഞങ്ങളത് ലോഞ്ച് ചെയ്തു. ഞാൻ എന്നിട്ട് അന്നത്തെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറി എടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ലെന്നാണ് പറഞ്ഞത്. കുടുംബ സുരക്ഷാ പദ്ധതി എന്നാണ് കാലിക്കറ്റിൽ അത് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. കൊടി വീശിയത് ആഭ്യന്തരമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിനും ആർക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, ഇത് ആർക്കും വേണ്ട. മനുഷ്യൻ കൂടുതൽ സെൽഫ് സെൻറ്റേഡായി, അതിന്റെ പേരിൽ ചെലവ് ചെയ്യപ്പെട്ടു എന്ന് കുറച്ച് കണക്കെഴുതി വെക്കുക എന്നതിനപ്പുറത്ത് ഒരു ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം ഒരു ഘട്ടത്തിലും ഉണ്ടാകുന്നില്ല എന്നത് നമുക്ക് ഏറെക്കുറെയൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർ എൽസിയുമിന് ആ കാര്യത്തിൽ അങ്ങനെ ശ്രീ മധു പറയല്ലേ, ഇല്ല അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ബാങ്കുകാരുടെ നിന്നും, എനിക്കൊരു മിനിറ്റ് തരണം, ബാങ്കുകാരുടെ നിന്നും ഒക്കെ അവിടെ CSR ഫണ്ട് വെച്ചാണ് ചെയ്തത്. അല്ല, ഞാൻ അങ്ങ് ഉദ്ദേശിച്ച ആ പ്രോജക്റ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ തലത്തിലൊക്കെ ഇത്തരത്തിൽ പല കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അൺവേർഡ് മദേഴ്സിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അങ്ങനെ പലതും സാമൂഹ്യക്ഷേമം ഒരു വകുപ്പുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പല പ്രോജക്ട്സ് അവിടെ നടപ്പിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നടപ്പിലാകുന്നത് വെള്ളപ്പേപ്പറിലാണ് എന്നുള്ള ഒരു ദുർഗതയെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങ് മുന്നോട്ട് വെച്ച ആ പദ്ധതിയെ പറ്റി വ്യക്തിപരമായി എടുത്ത് പറയുകയല്ല ശ്രീ സക്കറിയ ജോർജ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ മാതൃഭൂമി അതിന്റെ പാർട്ട്ണറായിരുന്നു. മാതൃഭൂമി അതിന്റെ പാർട്ട്ണറായിരുന്നു.